എന്തായിരുന്നല്ലേ എന്നുള്ള കാലമൊക്കെ. ഇനി അതുപോലത്തെ ടൈം വരുമോ എന്നുള്ളതാണ്. ഇതാണ് വീട്. എടാ അളിയാ, നീ ഇത്ര വലിയ സെറ്റപ്പ് ആയിരുന്നു. സെറ്റപ്പാ എടാ, ഇതിന്റെ വൈഫ് ഹൗസാ. വൈഫ് റിച്ച് അല്ലേ? പോയടാ. എന്നാ ചോദിക്കട്ടെ, എന്താണ് നമ്മുടെ കൂടെ പഠിച്ച മൈഥിലി ആയിട്ട് ഇപ്പൊ കോണ്ടാക്ട് ഉണ്ടോ? നീ അതൊക്കെ വിട്ടില്ലേ? പറ. കോണ്ടാക്ട് ഉണ്ടോന്ന് ചോദിച്ചാ വാട്സപ്പിൽ മെസ്സേജ് അയക്കും, പക്ഷെ റിപ്ലൈ ഇതുവരെ തന്നിട്ടില്ലടാ. വാട്സപ്പിൽ നീ മെസ്സേജ് അയക്കുന്നുണ്ട്, വെറുതെ അല്ല നമ്മുടെ ഗ്രൂപ്പിൽ നിന്ന് ലെഫ്റ്റ് അടിച്ച് പോയേ. അത് നീ കണ്ടാ? അത് ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട്. മേലെ എടാ എന്താണ് വന്നതല്ലേ, വാ അകത്തുനിന്ന് ഒരു ചായ കുടിച്ചിട്ട് പോവാ. അളിയാ സമയമില്ല, ഞാൻ പിന്നെ ഒരു ദിവസം വരാം. ചായ കുടിച്ചിട്ട് പോടാ. എടാ കടയിൽ നല്ല തിരക്കണം, നിനക്ക് അറിയില്ല. ഞാൻ നിനക്ക് വേണ്ടിട്ട് ഞാനിപ്പോ ഇവിടം വരെ വന്നത്. ഞാൻ വേറെ ഒരു ദിവസം വരാം അളിയാ. ഒരു വട്ടം കൂടെ നിർബന്ധിക്കും അളിയാ, നിർബന്ധിക്കല്ല അളിയാ, വന്നു പോകുന്നുണ്ട്. പിന്നെ ഒരു ദിവസം വരാം, എന്തായാലും വരാം. ഓക്കെ ഓക്കേടാ, നമ്മളിനിയും കാണണം തീർച്ചയായിട്ടും. പിന്നെ കാണൂലല്ലോ, ഇത് എന്ത് വർത്താനാണത്? അല്ലടാ, ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം കണ്ടപ്പോഴേ എന്താന്ന് അറിയത്തില്ല, ഭയങ്കര സന്തോഷം. ഈടാ എനിക്കും അതെ, എനിക്കത് പറഞ്ഞിരിക്കാൻ പറ്റണല്ലോ. പക്ഷെ ഇപ്പൊ കടയിൽ തിരക്കായോണ്ട് ഒരു കുഴപ്പമില്ല. അല്ലെ എന്തായാലും ഞാൻ നിന്റെ കൂടെ ഇന്ന് സ്പെൻഡ് ചെയ്തിട്ട് പോകുള്ളായിരുന്നു. ഒരു കുഴപ്പമില്ല, എന്തായാലും ഒരു വരും കേട്ടാ. ആടാ ഉറപ്പായിട്ടും. ചെല്ലട്ടാ, ഗെറ്റ് ടുഗദർ ഒക്കെ പ്ലാൻ ചെയ്യണം കേട്ടോ. തീർച്ചയായിട്ടും അത് വേണം, അത് എന്തായാലും വേണം. അത് അപ്പൊ എന്തായാലും കാണാം. വീട്ടുകാരോടൊക്കെ അന്വേഷിച്ചു പറ. തീർച്ചയായിട്ടും പറയാടാ. ഓക്കെ.